നമസ്കാരം. സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വിളിച്ചു പറയുന്നത് പലർക്കും പിടിക്കില്ല. അവരെ കേസിൽപ്പെടുത്തും. അവരാരായാലും ശരി, പി സി ജോർജ് ആയാലും ശരി, ആരായാലും ശരി. ഏതാണ്ട് അനവധി പേർ മീനച്ചിൽ താലൂക്കിൽ ഇതുപോലെ ലവ് ജിഹാദിന് അടിമപ്പെട്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളൊക്കെ തന്നെ പലരും മതം മാറിപ്പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനാണ് ഇവിടെയുള്ളവർ ശ്രമിച്ചത്. ആയിക്കൊള്ളട്ടെ, പക്ഷേ സ്വന്തം അനുഭവം വരുമ്പോൾ ഇതൊക്കെ തന്നെ ഇവർക്കൊക്കെ മനസ്സിലായിക്കൊള്ളും. ഇതിന്റെ ഒരു ബാക്കി എന്നോണം അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ലവ് ജിഹാദ് ആരോപണത്തിൽ 400 അല്ല 4000 പേരുടെ കണക്കുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ചോദിച്ചാൽ ഈ കണക്ക് വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തും. എത്ര എണ്ണം വേണമെങ്കിലും നൽകാൻ ഇവിടെ കണക്കുണ്ട്. ഇത് യാഥാർത്ഥ്യമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. മക്കളെ നഷ്ടമായവരുടെ പേരുകൾ പുറത്തുവിടുന്നത് ആ കുടുംബത്തെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് താനിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ എന്ത് പറഞ്ഞാലും കേസെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരം സംഘടനകൾക്ക് എതിരെ പ്രതികരിച്ചാൽ ഉടൻ കേസെടുക്കുന്ന നിലപാട് പോലീസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ഒന്നും മിണ്ടാതിരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ല, ഇത് ഇന്ത്യയാണ്. ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കുണ്ട്. ലവ് ജിഹാദ് ആരോപണത്തിന്റെ കണക്കുകൾ അതിന്റേതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായും കണക്കുകൾ നൽകാനുണ്ട്. വിദ്വേഷ പ്രസംഗം എന്ന പേരിൽ പി സി ജോർജ് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന തെറ്റുകുറ്റങ്ങളും ചൂണ്ടിക്കാട്ടലുകളുമാണ്, അല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല എന്നാണ് ഷോൺ പറയുന്നത്. വിദ്വേഷ പരാമർശം എന്ന കേസിൽ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഈ ലവ് ജിഹാദ് പ്രസ്താവനകളുമായി പി സി ജോർജ് രംഗത്തെത്തിയത്. ഒരു വ്യക്തി അതിപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് അനുഭവമുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ഇവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഇതെന്താണ് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ എന്നാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് തരുന്നുമുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് ഇപ്പം എണ്ണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഒരാളാണെങ്കിൽ കൂടി ഇത്തരത്തിൽ വിവാഹം കഴിച്ച് പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്ന രീതികൾ ഒരു പ്രത്യേക വിഭാഗം കാലങ്ങളായി ആവിഷ്കരിക്കുന്നു. അതിനുവേണ്ട പ്രത്യേകമായ പരിശീലനവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. കൃത്യമായി നിയമപരമായി ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കൃത്യമായി മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പരാതി കൊടുക്കാത്തത് കൊണ്ടാണ്. കാരണം ഇത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ സംഭവത്തിന് കൃത്യമായ ഒരു നിയമ വ്യവസ്ഥയില്ല. അതുണ്ടാക്കണം. ഇത്തരത്തിൽ നിർബന്ധിച്ച് മതം മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മാറ്റുന്ന രീതി, അത് ഏത് മതം ചെയ്താലും ആര് ചെയ്താലും അത് ആ ഒരു ഗണത്തിൽപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനത്തിന്റെ കീഴിൽപ്പെടുത്തണം. കാരണം നിർബന്ധിത മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി അഭിപ്രായം പറയുന്നു, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു, അദ്ദേഹം BJP കാരനായി മാറി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ BJP-യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെതിരെ കേസെടുക്കുന്ന ആ രീതി തുടരുകയാണ്. അതുകൊണ്ടാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഇത് അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനോ ഒന്നുമല്ല, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഇത് ഇന്ത്യയാണ്. ഇവിടെ ആർക്കും അഭിപ്രായങ്ങൾ പറയാം, സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, തെളിവ് സഹിതം സൂചനകൾ നൽകാം, പരാതി നൽകാം. പക്ഷെ അന്നേരം ഒക്കെ തന്നെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പോയി കേസെടുക്കുന്ന ഈ രീതി എന്ത് പ്രീണന നയമാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷോൺ ജോർജ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും വിശദാംശങ്ങളും അദ്ദേഹത്തിന് അറിയാം. അത് അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് പറയേണ്ടിടത്ത് പറയാനുള്ള തന്റെ ഇടം തനിക്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് ഷോൺ ജോർജ് ഇക്കാര്യം പറഞ്ഞത്. ഇങ്ങനെ എല്ലാത്തിനും കയറി ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുത്ത് അയാളെ ബുദ്ധിമുട്ടിക്കുന്ന, അയാളെ ജയിലിലിടുന്ന ആ രീതി ഇതിവിടെ കേരളത്തിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്ന ഒരു പോസ്റ്റിന് കമന്റ് ഇട്ടാൽ, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് സസ്പെൻഷൻ ഉണ്ടാകും, അയാളുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യും. ഇതെന്ത് ജനാധിപത്യമാണ്? ഇതെന്ത് മതേതരത്വമാണ്? മനസ്സിലാകുന്നില്ല. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.